ഷാളോ കോപ്പി എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടാവും. പക്ഷേ ഇതെങ്ങനെയാണ് മെമ്മറിയിൽ റെപ്രസെന്റ് ചെയ്യുന്നത് അറിയോ? ഇന്നത്തെ വീഡിയോ നമുക്ക് അത് നോക്കാം. ഈ ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റ് നോക്കുക. ഇവിടെ ഡാറ്റ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് ഉണ്ട്. അതിൽ നെയിം ഉണ്ട്, ശിവ. അഡ്രസ്സ് ഉണ്ട്. അത് വേറൊരു ഒബ്ജക്റ്റ് ആണ്. അതിനാണ് ഇന്നർ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. പുറത്തുള്ളത് ഔട്ടർ ഒബ്ജക്റ്റ് ആണ്. ഈ ഒരു പർട്ടിക്കുലർ ഡാറ്റ എന്നുള്ള ഒബ്ജക്റ്റിനെ മെമ്മറിയിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെ. ഇത് ഡാറ്റ, ഇവിടെ ഒരു ബോക്സ് മെമ്മറിയിലാണ്. എന്നിട്ട് ഇവിടെ നെയിം, ഇവിടെ നെയിമിൻ്റെ വാല്യൂ എന്താണ്? ശിവ എന്നുള്ള സ്ട്രിങ് ആണ്. അപ്പോൾ അത് പ്രിമിറ്റീവ് ടൈപ്പാണ്. അതുകൊണ്ട് അത് അങ്ങനെ തന്നെ ഇവിടെ സ്റ്റോർ ചെയ്യും. പിന്നെ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേറൊരു ഒബ്ജക്റ്റ് ആണ്. അപ്പം ഈ ഒബ്ജക്റ്റായിട്ട് തന്നെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യില്ല. പകരം ഈ ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റിനെ, അതായത് ഇന്നർ ഒബ്ജക്റ്റിനെ വേറൊരു മെമ്മറി ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്യും. ഓക്കെ, ഇവിടെ സ്റ്റേറ്റ് കേരള ഇങ്ങനെ വരും. എന്നിട്ട് ഇതിനൊരു അഡ്രസ്സ് ഉണ്ടാവും. ലെറ്റ്സ് കൺസിഡർ ഇത് 101, ഇത് 102. ഈ ഒരു അഡ്രസ്സ് ആയിരിക്കും ഇവിടെ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഇത് 102. ഓക്കെ, ഇനി നിങ്ങൾ ഷാലോ കോപ്പി എടുക്കുകയാണ്. ഷാലോ കോപ്പി നിങ്ങൾക്ക് ഒന്നുമില്ലെങ്കിൽ എന്ത് ചെയ്യാം? സ്പ്രെഡ് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ഡോട്ട് അസൈൻ അത് മെത്തേഡ് യൂസ് ചെയ്യാം. ഇപ്പം നോർമലായിട്ട് ആൾക്കാർ ചെയ്യുന്നത് വെച്ചാൽ സ്പ്രെഡ് ആണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ കോൺസ്റ്റ് കോപ്പി എന്ന് പറഞ്ഞിട്ട് ഈക്വൽ ടു, നിങ്ങളിവിടെ ഷാളോ കോപ്പി എടുക്കുകയാണ് ഡാറ്റേൻ്റെ. അപ്പം ഇങ്ങനെ 3 ഡോട്ട് ഡാറ്റ. ഈ ഒരു ഷാളോ കോപ്പി എടുക്കുന്ന ടൈമിൽ ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ ഔട്ടർ ഒബ്ജക്റ്റ് മാത്രം കോപ്പി ചെയ്യും, ഇന്നർ ഒബ്ജക്റ്റ് കോപ്പി ചെയ്യില്ല. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ മെമ്മറി സ്ട്രക്ചർ എങ്ങനെയായിട്ട് മാറുമെന്ന് വെച്ചാൽ ഇവിടെ കോപ്പിക്ക് പുതിയൊരു മെമ്മറി ലൊക്കേഷൻ വരും. എന്താണ് കോപ്പി ചെയ്യുന്നത്? ഔട്ടർ ഒബ്ജക്റ്റ്. അപ്പോൾ ഔട്ടർ ഒബ്ജക്റ്റിൻ്റെ പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണ്? ഇവിടെ നെയിം ശിവ, പിന്നെ രണ്ടാമത്തെ പ്രോപ്പർട്ടി അഡ്രസ്സിൻ്റെ വാല്യൂ എവിടെയാണ് പോയിന്റ് ചെയ്യുന്നത്? ഇവിടെയാണ് പോയിന്റ് ചെയ്യുന്നത്. അപ്പം ആ സാധനം എടുത്തിട്ട് ഇവിടെ വരും. അപ്പോൾ ഇവിടെയും 102 എന്ന് വരും. അപ്പം ഇവിടെ നിങ്ങൾ നോക്കിയാൽ മതി, ഡാറ്റയും കോപ്പിയും പോയിന്റ് ചെയ്തിരിക്കുന്നത് അഡ്രസ്സിൻ്റെ സെയിം മെമ്മറി ലൊക്കേഷനാണ്. ഇതുകൊണ്ടാണ് നിങ്ങൾ ഒരു ഷാളോ കോപ്പി ഇവിടെ എടുത്തിട്ട് കോപ്പി ഡോട്ട് ADRS ഡോട്ട് അഡ്രസ് ഡോട്ട് സ്റ്റേറ്റ് ഇവിടെ നിങ്ങൾ അൾട്ടർ ചെയ്ത് കഴിഞ്ഞാൽ, കേരളം എന്നുള്ളത് ഇപ്പം തമിഴ്നാട് നാക്കുകയാണെങ്കിൽ ഈ 2 ഒബ്ജക്റ്റിലും അത് മാറും. കാരണം ഈ രണ്ടും പോയിന്റ് ചെയ്തിരിക്കുന്നത് സെയിം മെമ്മറി ലൊക്കേഷനിലാണ്. ഓക്കെ, പക്ഷെ ഔട്ടർ ഒബ്ജക്റ്റ് നിങ്ങൾ ഇവിടെ മാറ്റുവാണെങ്കിൽ അത് ഇപ്പോൾ കോപ്പി ഡോട്ട് നെയിം വേറെ എന്തെങ്കിലും നെയിം കൊടുക്കുകയാണെങ്കിൽ അത് ഇവിടെ മാത്രമേ മാറുള്ളൂ, ഇവിടെ മാറില്ല. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് ഇനി വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.